ഞാൻ ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് വിരുദ്ധമായി, ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു പ്രവൃത്തി ഇന്നത്തെ ദിവസം വരെ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ പിന്നെ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തകളിൽ പോലും ഞാൻ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് ആരോപിക്കാനുണ്ടോ? ഏതെങ്കിലും ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതി ഉണ്ടോ? ഇനി പരാതി ആർക്കും കൊടുക്കാം. അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. പക്ഷേ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇനി ആർക്കെങ്കിലും എന്നെ പറ്റിയിട്ട് അത്തരത്തിൽ പരാതി ഉണ്ടോ? സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവർക്ക് പരാതി കൊടുക്കാം. ഈ രാജ്യത്ത് കോടതിയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. ആ നീതിന്യായ സംവിധാനങ്ങളിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇന്നത്തെ കാലത്താണെന്ന് ആലോചിക്കണം. അത്തരത്തിലൊരു പരാതി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കാൻ സാധ്യമല്ലാത്ത കാലമൊന്നുമല്ല. ഞാൻ ചോദിക്കുന്നത് ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെന്നേ. എന്തിനാണ് ഒരു ചോദ്യം പ്ലേസ് ചെയ്തിട്ട് ഇത്ര തിടുക്കം? എന്തിനാണ് കൈരളിക്ക്? ഞാൻ പറയല്ലേ, മറുപടി പറയുകയല്ലേ. ഞാൻ മറുപടി പറയാൻ അനുവദിക്കുന്നേ. അപ്പോ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? അങ്ങയോട് ആരെങ്കിലും ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? അപ്പം അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങയോട് ആരെങ്കിലും ഈ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അങ്ങനെ ഒരു അങ്ങ് സൂചിപ്പിക്കുന്ന പോലെ ഗർഭചിത്രം നടന്നു എന്നതുമായി ബന്ധപ്പെട്ടൊരു പരാതി അല്ല, ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്നൊരു പരാതി അങ്ങയുടെ മുന്നിൽ വന്നിട്ടുണ്ടോ? ഒരു പരാതി വന്നാൽ ഞാൻ അതിന് മറുപടി പറയാം. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും പ്രയാസമുള്ളൊരു കാലമല്ല. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാൻ അങ്ങയോടുള്ള തിരിച്ചുള്ള ചോദ്യം, അതായത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്ന ഏത് മൊമെന്റിലാണ്? ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പം നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇനി ഞാൻ പൂർത്തീകരിക്കട്ടെ. പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി ഉണ്ടോ? അപ്പം നമുക്കത് അന്നേരം നോക്കാം. അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ. ആ പരാതി കൊടുക്കുമ്പോൾ നമുക്കത് നിയമപരമായി നേരിടാം. ഈ പ്രതിപക്ഷ നേതാവിന് പൂർത്തീകരിക്കട്ടെ സഹോദര. നിങ്ങൾ ഈ വ്യഗ്രത കാണിക്കുന്നത് എന്തിനാ? കൈരളിയുടെ തിടുക്കമൊക്കെ എനിക്ക് മനസ്സിലാകും. ഞാൻ പറയുന്നത് കേൾക്കാൻ സമ്മതിക്കാത്ത കൈരളിയുടെ ഈ തിടുക്കം ഒരു പരാതിക്കാരി ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് വന്ന ശ്രീ മുകേഷ് MLA-ക്കെതിരായിട്ട് കൈരളിയുടെ ഒരു തിടുക്കം ഞാൻ കണ്ടില്ല. ഒന്ന് പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ. അങ്ങനെ ഒരു പരാതിക്കാരി പരാതി പുറത്തു വന്ന് പറഞ്ഞ ശ്രീ മുകേഷ് MLA-ക്കെതിരായിട്ട് അങ്ങയുടെ ആത്മരോഷം ഞാൻ കണ്ടില്ല. ഇനി ശബ്ദരേഖയുടെ വിഷയത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ശ്രീ AK ശശീന്ദ്രനെതിരായിട്ട് അങ്ങയുടെ കൈരളി മാധ്യമ സ്ഥാപനത്തിന്റെ ഈ വ്യഗ്രത ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറയട്ടെ, കൈരളി ഞാൻ പറയാനുള്ള കാര്യം പറയട്ടെ. അതിനിടയ്ക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഞാൻ മറുപടി പറയുന്നത്. ഈ സമയത്ത് എന്താണ്? ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല, CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്ത് പോലും വലിയ അന്തചിത്രങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോൾ പുറത്തു വന്ന അന്തചിത്രങ്ങളെ പറ്റി എന്താ പറയാത്തത്? ഞാനൊന്ന് പറയട്ടെ. CPM-നകത്തെ രൂക്ഷമായ അന്തചിത്രങ്ങൾ, കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദമടക്കം, പാർട്ടി സെക്രട്ടറിയുടെ മകൻ പുറത്തു വിട്ടു എന്ന് പറയുന്ന വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ചർച്ചകളെ ആകെ വ്യതിചലിക്കാൻ ഇപ്പൊ കോൺഗ്രസ് ഹാൻഡിലുകൾ സൈബർ മേഖലയിൽ, ഞാൻ അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അല്ല, ഞാൻ മറുപടി സഹോദര, ഞാൻ ആ കോൺഗ്രസിന്റെ അനുഭാവി എന്നെ പറ്റിയിട്ട് പറഞ്ഞോ? എന്റെ പേര് പറഞ്ഞോ? അങ്ങയോട് പറഞ്ഞോ? കോൺഗ്രസിന്റെ അനുഭാവിയായ വ്യക്തി എന്റെ പേര് അങ്ങയോട് പറഞ്ഞോ? അല്ല, അങ്ങയോട് പറഞ്ഞോ? അല്ല, ഞാൻ പറയട്ടെ. ഞാനൊരു കാര്യം പറയുകയല്ലേ. ഞാനൊരു കാര്യം പറയുകയല്ലേ. നിങ്ങളുടെ ഏത് ചോദ്യം? ഞാൻ ഇവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ. ഞാൻ എന്റെ വീട്ടിലിരിക്കുകയല്ലേ, അല്ലേ? ഞാൻ ഇന്ന് പരിപാടികൾ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയാണ്. ഞാൻ രാജ്യം വിട്ടു പോയിട്ടില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നപ്പം അങ്ങയുടെ സ്ഥാപനം മൈക്കും പിടിച്ചുകൊണ്ട് ലിഫ്റ്റിന്റെ പുറകിൽ പോകുന്നുണ്ടല്ലോ. മറുപടി പറയാൻ അസംബന്ധങ്ങൾക്ക് മറുപടിയില്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മറുപടി. ഞാൻ അങ്ങനെയൊന്നും ചെയ്തല്ലോ. ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ. എന്തിനാ ഈ വ്യഗ്രത? ഞാൻ പോകുന്നില്ലല്ലോ. ശരി, ഇനിയും അങ്ങയോടുള്ള ചോദ്യം, എനിക്കെതിരായിട്ട് ആരുടെയെങ്കിലും പരാതി അങ്ങ് കിട്ടിയിട്ടുണ്ടോ? ഈ നാട്ടിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടോ? എനിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി? ഇപ്പൊ പരാതി പറഞ്ഞല്ലോ, ആർക്കും പരാതി ചമയ്ക്കാം. CPM ഒക്കെ വിചാരിച്ച് എളുപ്പത്തിൽ പറ്റും. അങ്ങനെ ഞാൻ ഒന്ന് പറയട്ടെ. എന്റെ പൊന്നു സഹോദരൻ, എന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ച ആളുടെ പേര് അങ്ങ് പറയും. ഹണി ഭാസ്കർ എന്താ പറഞ്ഞേ?
അങ്ങ് ഹണീസ് ഭാസ്കറിനെ പറ്റി മറ്റുള്ളവരുടെ മോശമായ രീതി പ്രചരിപ്പിക്കും. അതവർക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അതിനവർക്ക് അവരെന്തെങ്കിലും തെളിവ് അവർ പങ്കുവച്ചിരിക്കുന്ന അല്ല പറയട്ടെ, ഞാൻ തീർച്ചയായിട്ടും അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ എന്താണ്? അവർ പങ്കുവച്ചിരിക്കുന്ന തെളിവ് തന്നെ ഒരു ചാറ്റിന്റെ ശ്രീലങ്കയും ഒരു വെള്ള ഹൃദയചിഹ്നമാണ് അവർ പങ്കുവച്ചിരിക്കുന്നത്. അതിന് താഴോട്ടുള്ള സംഭാഷണം എന്താ അവർ പങ്കുവെക്കാത്തത്? സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവരും കുറ്റകൃത്യം ചെയ്തു നിയമം പറയേണ്ടി വരത്തില്ലേ? രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്നത് നിയമപരമായി കുറ്റകൃത്യമാണെങ്കിൽ അവർ ചെയ്തും കുറ്റകൃത്യമാണെന്ന് പറയട്ടെ. അങ്ങനെ ഒരു ആരോപണം അവർ ഉന്നയിക്കുന്നത്. അവർ പറഞ്ഞത് രാഹുൽ അവരുമായി മോശമായി ചാറ്റ് ചെയ്തു, രാഹുൽ മറ്റാളുകളോട് പറഞ്ഞു എന്നാണ്. അത് അവരല്ലേ തെളിയിക്കണ്ടേ? ഇപ്പൊ ഞാൻ പറയുകയാണ്, അങ്ങാണ് ഈ സംഭവങ്ങൾക്ക് മുഴുവൻ പിന്നിലെന്ന് ഞാൻ ആരോപിച്ചിട്ട് കാര്യമുണ്ടോ? കൈരളിയുടെ മാധ്യമ പ്രവർത്തന അങ്ങാണ് എന്നെ ബോധപൂർവം തേജോവധം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങയുടെ മാസ്റ്റർ ഓപ്പറേഷൻ ആയിരുന്നു ഈ നടന്നത് മുഴുവൻ എന്ന് ഞാൻ വെറുതെ പറഞ്ഞാൽ മതിയോ? ശ്രീമതി ഹണി ഭാസ്കറിന് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചോദ്യം ചോദിച്ചതിന് മറുപടി ഞാൻ പറയട്ടെ. ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരാക്ഷേപമുണ്ടെങ്കിൽ അതവർ തെളിയിക്കട്ടെ. ആര് പറഞ്ഞു, ഏത് വ്യക്തി പറഞ്ഞു? അപ്പൊ ഒന്നെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം, അതല്ല പിന്നെ അതിന് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാനും ശ്രീമതി ഹണി ഭാസ്കറും അവര് പറയുന്ന ആളെ കൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതൊരു നിയമപരമായ പ്രശ്നം അവർ പറയുന്നുണ്ടോ? നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു എന്ന് പറയുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ഞാൻ ചോദിക്കുന്നത് ചെറിയ കാര്യങ്ങളാണോ നിങ്ങൾ വാർത്തയാക്കേണ്ടത്? പോട്ടെ, എന്ത് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ? അല്ല, അവര് പറഞ്ഞ ആരോപണങ്ങൾ എന്താണ്? ഞാൻ അവര് സംസാരിച്ചു എന്ന് വേറെ ആരോടോ പറഞ്ഞു എന്ന്. അത് അവര് പല കാര്യങ്ങളും ഷാബിയോടൊക്കെ സംസാരിച്ചിട്ട് പോലും അത് അവിടെ ഒതുക്കി തീർക്കുന്ന രീതിയിലേക്ക് പോയി ഗുരുതരമായി നിങ്ങൾ രണ്ടുപേരും ചേർത്ത് ഗുരുതരമായ പല കാര്യങ്ങളും. അല്ല, ഞാനൊരു കാര്യം അവരോട് അപ്പൊ മാധ്യമങ്ങൾ ചോദിച്ചു, അവര് നിയമ നടപടിയുമായി പോകുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പോകില്ല, എനിക്കെതിരെ അല്ലെ രാഹുൽ തെറ്റാണെന്ന് തെളിയിക്കാമെങ്കിൽ തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചുള്ള എന്റെ ചോദ്യം, അങ്ങാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചതെന്ന് ഞാൻ ആരോപിക്കുന്നു. എന്നിട്ട് അങ്ങ് എന്നോട് പറയുകയാണ് ഇനിയും ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങ് നിയമപരമായി പോരാടൂ എന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കാണ്. എന്തായാലും അവർ എന്നോട് താല്പര്യമുള്ളതോ അല്ലെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളോ അല്ലെന്ന് അവർ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടല്ലോ. അവർക്ക് എന്നെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് സംരക്ഷിക്കാൻ ബാധ്യതയില്ല എന്ന് അവർക്ക് തന്നെയുണ്ട്. അപ്പൊ അവരെ പറ്റി ഞാൻ ആരോട് അങ്ങനെ മോശമായി പറഞ്ഞു, അതവർ തെളിയിക്കട്ടെ. ആ പ്രശ്നം കഴിഞ്ഞില്ലേ? ഇനി അവർക്ക് പരാതി ഉണ്ടോ ആ വിഷയത്തിനകത്ത്? ഇപ്പൊ നിങ്ങൾ മാധ്യമപ്രവർത്തകർ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള നിയമപരമല്ലാത്ത പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ലോ സംസാരിക്കേണ്ടത്, നിയമവിരുദ്ധമായ പ്രശ്നങ്ങളെ പറ്റിയിട്ടല്ല മാധ്യമങ്ങൾ സംസാരിക്കേണ്ടത്. ഞാൻ പൂർത്തീകരിക്കാൻ സമയം തരുന്നില്ല. ഞാൻ പറയുന്ന പോയിന്റ് പൂർത്തീകരിക്കാനുള്ള സമയം തരാതെയാണ് നിങ്ങൾ ആവർത്തി ചോദിക്കുന്നത്. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കേണ്ടത് ഏതെങ്കിലും നിയമവിരുദ്ധമായ പ്രവർത്തനം നടന്നിട്ടുണ്ടോ, അതിനെപ്പറ്റി നിങ്ങൾ ചോദിക്കാം. ഇപ്പൊ ഞാനും അങ്ങയും തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് നിയമപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല എങ്കിൽ, നിയമവിരുദ്ധമായ ബാക്ക്ഗ്രൗണ്ടും ഇല്ല എങ്കിൽ